2026 ഏപ്രിൽ മാസം 16-ാം തീയതി വിക്രാന്ത് എന്ന പേരുള്ള ഒരാൾ പതിവ് പോലെ രാവിലെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പുറപ്പെട്ടു. പക്ഷെ വൈകുന്നേരമായിട്ടും അവൻ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. ഇത് കണ്ട ഭാര്യ പ്രാച്ചിക്ക് ആശങ്ക തോന്നി. അവൾ വിക്രാന്തിനെ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് ഏപ്രിൽ മാസം 23-ന് പ്രാച്ചി പോലീസ് സ്റ്റേഷനിൽ വിക്രാന്തിനെ കാണാതായ വിവരം നൽകി പരാതി രജിസ്റ്റർ ചെയ്തു. എന്നാൽ അതിനുശേഷവും അവനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, വിക്രാന്ത് എവിടേക്ക് പോയി? അവൻ എന്തെങ്കിലും സംഭവിച്ചോ? ഒരു കോൺസ്റ്റബിൾ എങ്ങനെ പ്രാച്ചിയെ വിക്രാന്തിലേക്ക് എത്തിച്ചു? ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയാൻ വീഡിയോ അവസാനം വരെയും കാണുക. ഈ കേസിന്റെ തുടക്കം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് നഗരത്തിലാണ്. അവിടെയുള്ള ഗോവിന്ദ്പുരം കോളനിയിൽ വിക്രാന്ത് തന്നെ കുടുംബത്തോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. വിക്രാന്തിന്റെ കുടുംബത്തിൽ അച്ഛൻ, അമ്മ, അവർ എല്ലായ്പ്പോഴും മകനെ പിന്തുണച്ചു. ഒരു നാൾ അവൻ കുടുംബത്തിന്റെ പേരുയർത്തും എന്ന വിശ്വാസത്തിൽ ജീവിച്ചു. വിക്രാന്തിന്റെയും സ്വപ്നം അത് തന്നെയായിരുന്നു. അതുകൊണ്ട് പഠനം പൂർത്തിയാക്കിയ ശേഷം അവൻ പല മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുപ്പ് ആരംഭിച്ചു. അവന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഡൂഡ ഡിസ്ട്രിക്ട് അർബൻ ഡെവലപ്മെന്റ് ഏജൻസിയിൽ ജോലി ലഭിച്ചു. പിന്നീട് ബാഗ്പത്തിൽ സിറ്റി മിഷൻ മാനേജർ എന്ന വലിയൊരു പദവിയും ലഭിച്ചു. ഈ ഒരു ജോലി വളരെ ഉത്തരവാദിത്വമുള്ളതായിരുന്നു. എന്നാൽ വിക്രാന്ത് അതിനെ വളരെ മികച്ച രീതിയിൽ തന്നെ നിർവഹിച്ചിരുന്നു. ജോലി ലഭിച്ചതിന് ശേഷം ഇപ്പോൾ മകൻ സ്വയം നിലകൊള്ളുമെന്ന് കരുതിയ മാതാപിതാക്കൾ അവനെ വിവാഹം കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നല്ലൊരു പെൺകുട്ടിയെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നോയിഡയിൽ ജലസേചനവും ജലവിഭാഗ വകുപ്പിൽ ജോലി ചെയ്യുന്ന പ്രാച്ചി സിംഗ് എന്ന യുവതിയെക്കുറിച്ച് അറിയുന്നത്. പ്രാച്ചി നല്ല ബുദ്ധിയുള്ളവളും വിദ്യാഭ്യാസമുള്ളവളുമായിരുന്നു. കുടുംബത്തെയും വീടിനെയും നന്നായി കൈകാര്യം ചെയ്യാൻ അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് വിക്രാന്തിന്റെ കുടുംബം പ്രാച്ചിയെ കണ്ടപ്പോൾ തന്നെ അവളെ മകന്റെ ഭാര്യയായി ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം വിക്രാന്തിന്റെയും പ്രാച്ചിയുടെയും വിവാഹം നിശ്ചയിക്കുകയും ആഘോഷപൂർവ്വം അവരുടെ വിവാഹം നടത്തുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം വിക്രാന്ത് പ്രാച്ചിയെ കൂട്ടിക്കൊണ്ട് ബാഗ്പത്തിലേക്ക് താമസം മാറി. അവിടെ ഇരുവരും വാടകയ്ക്കൊരു ഫ്ലാറ്റ് എടുത്ത് ജീവിതം ആരംഭിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം പ്രാച്ചി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന്റെ വരവോടുകൂടി അവരുടെ ചെറിയ കുടുംബം കൂടുതൽ സന്തോഷപൂർണമായി. ജോലിയുടെ ആവശ്യങ്ങൾ കാരണം പ്രാച്ചി ചിലപ്പോൾ നോയിഡയിലും ചിലപ്പോൾ ബാഗ്പത്തിലുമായിരുന്നു താമസം. അവൾ വീട്ടിലില്ലാത്ത സമയങ്ങളിൽ മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും വിക്രാന്തിനായിരുന്നു. എന്നാൽ അതും അവൻ വളരെ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും നിർവഹിച്ചിരുന്നു. എല്ലാം വളരെ സന്തോഷകരമായും സമാധാനപരമായും മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ 2026 ഏപ്രിൽ മാസം 16-ന് അവരുടെ ജീവിതം മുഴുവനും മാറി മറിയുന്നൊരു സംഭവം നടന്നു. അന്ന് പതിവ് പോലെ രാവിലെ വിക്രാന്ത് ഓഫീസിലേക്ക് പോയി. എന്നാൽ വൈകുന്നേരമായിട്ടും അവൻ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രാച്ചി നോയിഡയിൽ നിന്നും ബാഗ്പത്തിലേക്ക് എത്തിയത്. ഭർത്താവ് വീട്ടിലെത്താത്തതിൽ അവൾക്ക് ആശങ്ക തോന്നി. അവൾ വിക്രാന്തിനെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ തുടർച്ചയായി സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇത് കണ്ട പ്രാച്ചി വിക്രാന്തിന്റെ സുഹൃത്തുക്കളെയും ഓഫീസിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെയും വിളിച്ച് അവനെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ ആർക്കും അവനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങളിങ്ങനെ കടന്നുപോയി. ഒടുവിൽ 2026 ഏപ്രിൽ മാസം 23 ഇതിനകം തന്നെ പ്രാച്ചി വിക്രാന്തിനെ എല്ലായിടത്തും തിരഞ്ഞിരുന്നു. പ്രയാഗ്രാജ് നഗരത്തിലുള്ള ബന്ധുക്കളെയും വിളിച്ച് അന്വേഷിച്ചെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചില്ല. അവസാനം പ്രാച്ചി ബാഗ്പത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് വിക്രാന്ത് ഏപ്രിൽ മാസം 16 മുതൽ വീട്ടിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ കഴിയുന്നത്ര സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും യാതൊരു വിവരങ്ങളും ലഭിക്കുന്നില്ല. ഇത് കേട്ട് പോലീസ് അവളെ ആശ്വസിപ്പിക്കുകയും ഉടൻ തന്നെ വിക്രാന്തിന്റെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തുടർന്ന് പോലീസ് പ്രാച്ചിയോട് ചോദിച്ചു, വിക്രാന്തിനെ കാണാതായതിന് പിന്നിൽ ആരെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് ആരുമായെങ്കിലും വൈരാഗ്യമുണ്ടോ എന്ന്. അപ്പോൾ പ്രാച്ചി അതെ എന്ന് മറുപടി നൽകി. അവൾക്ക് രാഖി കശ്യപ് എന്ന യുവതിയെ സംശയമുണ്ടായിരുന്നു. ബാഗ്പത്ത് ജില്ലയിലെ രാജ്പൂർ കാംപൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന ആ പെൺകുട്ടിക്കാണ് വിക്രാന്തിനെ കാണാതായതിൽ പങ്കുണ്ടാകാമെന്ന് പ്രാച്ചി പോലീസിനോട് പറഞ്ഞു. ഇത് കേട്ടതോടെ പോലീസ് രാഖിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു.
2026 ഏപ്രിൽ മാസം 23-ാം തീയതി രാത്രി തന്നെ അവളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് ഏപ്രിൽ മാസം 24-ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പോലീസ് രാഖിയോട് ചോദിച്ചു, നിനക്ക് വിക്രാന്തിനെ അറിയാമോ എന്ന്. അതിനവൾ അതെ എന്ന് മറുപടി നൽകി. തുടർന്ന് അവൾ പോലീസിനോട് പറഞ്ഞു, താനും വിക്രാന്തും തമ്മിൽ ഏറെ നാളായി പ്രണയബന്ധത്തിലായിരുന്നു എന്ന്. ഇരുവരും തമ്മിൽ ഒരു ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. വിക്രാന്ത് ഇതിനകം വിവാഹിതനാണെന്നും ഒരു മകളുടെ അച്ഛനാണെന്നും രാഖിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവൾ വിക്രാന്തിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. വിക്രാന്തിനും അതേ ആഗ്രഹം തന്നെയായിരുന്നു. അതിനാലാണ് ഇരുവരും ചേർന്ന് 2026 ഏപ്രിൽ മാസം 25-ന് ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതം ആരംഭിക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഏപ്രിൽ മാസം 16-ന് രാഖി വിക്രാന്തിനെ വിളിച്ചപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുപോലെ അവൻ അവളെ കാണാൻ എത്തിയതും ഇല്ല. വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ വിക്രാന്ത് പെട്ടെന്ന് കാണാതായതോടെ അവൻ ഇനി വിവാഹം ആഗ്രഹിക്കുന്നില്ല എന്നും അവളെ ഉപേക്ഷിച്ച് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാകാമെന്നുമാണ് രാഖി കരുതിയത്. അവൾ പിന്നീടുള്ള ദിവസങ്ങളിൽ വിക്രാന്തിനെ അന്വേഷിച്ചുവെന്നും അവൾ പോലീസിനോട് പറഞ്ഞു. രാഖിയുടെ വാക്കുകൾ കേട്ട പോലീസ് അവളെ വിശ്വസിക്കുകയും അവളെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്തു. അതേസമയം വിക്രാന്തിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തതിനാൽ പ്രാച്ചി മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു. അവൾ വീണ്ടും വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വിക്രാന്തിനെ കുറിച്ച് ഒരു സൂചന പോലും ലഭിച്ചില്ല. ഇപ്പോൾ ഒരു കോൺസ്റ്റബിൾ പ്രാച്ചിയുടെ വേദന മനസ്സിലാക്കി അവളോടൊരു പ്രധാനപ്പെട്ട വിവരം പറഞ്ഞു. 2026 ഏപ്രിൽ മാസം 17-ാം തീയതി ഷഹൻപൂർ ജില്ലയിലെ ബഡ്ക പ്രദേശത്തുള്ള ഹസൻപൂർ ലോട്ട്നി ഗ്രാമത്തിന് സമീപമുള്ള ഒരു കനാലിൽ നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. മൃതദേഹം ബാഗ്മത്തിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള സഹാൻപൂരിൽ നിന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് സഹാൻപൂർ പോലീസ് അതിനെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹമായി കണക്കാക്കി സൂക്ഷിച്ചിരിക്കുന്നു. കാരണം അന്നുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു മിസ്സിംഗ് കേസ് പോലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. കോൺസ്റ്റബിൾ പ്രാച്ചിയോട് പറഞ്ഞത്, ആ മൃതദേഹം നിങ്ങളുടെ ഭർത്താവിൻ്റെതാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ അവിടെ ചെന്ന് നോക്കൂ എന്ന്. ഇത് കേട്ടതു മുതൽ പ്രാച്ചിയുടെ കാലിനടിയിൽ നിന്നും നിലം വഴുതി പോകുന്നത് പോലെ തോന്നി. തൻ്റെ ചെറിയ കുടുംബം തകർന്നു പോകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. എന്നിരുന്നാലും അവൾ സ്വയം ധൈര്യം കണ്ടെത്തി സഹൻപൂർ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ പോലീസ് അവൾക്ക് മൃതദേഹത്തിൻ്റെ ചിത്രങ്ങളും വസ്ത്രങ്ങളും കാണിച്ചു. അത് കണ്ട ഉടൻ തന്നെ അവൾ തിരിച്ചറിഞ്ഞു, അത് വിക്രാന്തിൻ്റെതായിരുന്നു. ഇപ്പോൾ പ്രാച്ചി പൊട്ടിക്കരയാൻ തുടങ്ങി. സ്ഥിരീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. വിക്രാന്തിനെ ആദ്യം വെടിവെച്ചു. അതിനുശേഷം അവൻ്റെ തലയിൽ ഭാരമുള്ള ഒരു വസ്തു കൊണ്ട് ആക്രമിച്ചു. ഈ ആക്രമണങ്ങളാണ് അവൻ്റെ മരണത്തിന് കാരണമായത്. പിന്നീട് മൃതദേഹം കനാലിൽ എറിഞ്ഞ് തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ പോലീസിന്റെ മുൻപിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തത് ആര്? വിക്രാന്തിനോട് ആർക്കാണ് ഇത്ര വലിയ വൈരാഗ്യം ഉണ്ടായിരുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമാക്കി. ആദ്യം സംശയം പോയത് രാഖിയിലേക്കായിരുന്നു. അതിനാൽ പോലീസ് അവളുടെ മൊബൈൽ നമ്പർ നിരീക്ഷണത്തിലാക്കി. കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ രാഖിയും വിക്രാന്തും നിരന്തരം ബന്ധത്തിലായിരുന്നുവെന്നും 2026 ഏപ്രിൽ മാസം 16-ാം തീയതി രാത്രിയും അവർ ഒരുമിച്ചുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി. ഇത് പോലീസിന്റെ സംശയം കൂടുതൽ ശക്തമാക്കി. അവർ വീണ്ടും രാഖിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. തുടർന്ന് പോലീസ് അവൾ താമസിച്ചിരുന്ന വാടക മുറിയിലേക്ക് പോയി. എന്നാൽ അവിടെയും രാഖി കണ്ടെത്താനായില്ല. അവൾ എവിടെയോ അപ്രത്യക്ഷമായതുപോലെയായിരുന്നു. പോലീസ് അവളെ കണ്ടെത്താൻ എല്ലായിടത്തും തിരച്ചിൽ നടത്തി. എന്നാൽ 2026 ഏപ്രിൽ മാസം 27-ന് വൈകിട്ട് ഏകദേശം 6:30 പോലീസിന് ഒരു വിവരം ലഭിച്ചു. രാജാപൂർ നൗഗാവയ്ക്കടുത്തുള്ള കാട്ടിൽ ഒരു ചാക്ക് കണ്ടെത്തിയതായും അതിനുള്ളിൽ ഒരു സ്ത്രീയുടെ മൃതദേഹമുണ്ട് എന്നുമായിരുന്നു വിവരം. ഇത് കേട്ട ഉടൻ പോലീസ് ഈ നൗഗാവയിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ ആ ചാക്കിനുള്ളിൽ ശരിക്കും ഒരു മൃതദേഹം കെട്ടിയ നിലയിൽ കണ്ടെത്തി. പോലീസ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോയി. അത് മറ്റാരുടേതുമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചോദ്യം ചെയ്ത രാഖിയുടേതായിരുന്നു. വിക്രാന്തിന്റെ കൊലയാളി അതുവരെയും കണ്ടെത്താനായില്ല. ഇപ്പോൾ രാഖിയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തപ്പെട്ടതോടെ കേസ് കൂടുതൽ ദുരൂഹമായി മാറി. പക്ഷേ വിക്രാന്തിനെയും രാഖിയെയും കൊന്നതിന് പിന്നിൽ ആരായിരുന്നു? ഈ ചോദ്യം പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കി. തുടക്കത്തിൽ സംശയം രാഖിയിലേക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ അവളും മരിച്ചിരിക്കുന്നു. അതിനാൽ ഇനി അവളോട് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. ആദ്യം അവർ രാഖിയുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കാൻ തുടങ്ങി. ദിവസങ്ങളോളം നടത്തിയ അന്വേഷണത്തിന് ശേഷം അവൾ ബാഗ്പത്തിലെ രാജ്പൂർ ഖാൻപൂർ ഗ്രാമത്തിലെ സ്വദേശിനിയാണെന്ന് കണ്ടെത്തി.
രാഖിക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഏകദേശം 7 വർഷങ്ങൾക്ക് മുൻപ് അവർ വളരെ ആഘോഷപൂർവ്വം അവളുടെ വിവാഹം നടത്തി. വിവാഹത്തിന് ശേഷം രാഖി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ വിവാഹം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവൾക്കും ഭർത്താവിൻ്റെ കുടുംബത്തിനും ഇടയിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ആരംഭിച്ചു. ഇതിൽ മടുത്ത രാഖി ഭർത്താവിൻ്റെ വീട് വിട്ട് ബാഗ്മതിലേക്ക് മടങ്ങി സ്വന്തം വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൾ മറ്റൊരു യുവാവിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പിന്നീട് അവനെ വിവാഹം ചെയ്യണമെന്നും അവൾ തീരുമാനിച്ചു. അതിനായി ആദ്യ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി 2ാം വിവാഹം നടത്തി. രാഖിയുടെ കുടുംബത്തിനും ഈ ബന്ധത്തിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് മകൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അതിനാൽ അവർ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നില്ല. തുടർന്ന് കുറച്ച് നാളുകൾ രാഖിയുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോയി. പക്ഷെ അധികം വൈകാതെ 2ാമത്തെ ഭർത്താവുമായി തർക്കങ്ങൾ ആരംഭിച്ചു. ഒടുവിൽ അവൾ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ഇത്തവണ കുടുംബം അവളുടെ പക്ഷത്ത് നിന്നില്ല. സഹോദരങ്ങൾ അവളെ ഉപദേശിച്ചു, ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ജീവിതം സ്ഥിരമാകില്ല, കുറച്ച് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പഠിക്കണം. പക്ഷെ രാഖി സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നവളായിരുന്നു. അതിനാൽ സഹോദരങ്ങളുടെ വാക്കുകേട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നതിന് പകരം അവൾ സ്വന്തം വീട് വിട്ടിറങ്ങി ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. തുടർന്ന് ബാഗ്മത് നഗരത്തിലെ അർജുൻപുരം കോളനിയിൽ ഒരു വാടക മുറിയെടുത്ത് താമസിക്കാൻ തുടങ്ങി. ജീവിത ചിലവുകൾ നിറവേറ്റാൻ അവൾ ജോലിയും അന്വേഷിച്ചു. അപ്പോഴാണ് നഗരപാലിക കൗൺസിലിലെ ഒരു ഉദ്യോഗസ്ഥനുമായി അവൾ പരിചയപ്പെടുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരടുത്ത ബന്ധത്തിലായി. പിന്നീട് പ്രണയത്തിലുമായി. ചില മാസങ്ങൾ എല്ലാം നന്നായിട്ട് പോയി. പക്ഷെ ഒരു ദിവസം ആ ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് ഈ ബന്ധത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു. അവൾ രാഖിയുടെ വീടിന് മുന്നിലെത്തി വലിയ കലഹമുണ്ടാക്കി. എൻ്റെ ഭർത്താവിൽ നിന്നും അകന്നിരിക്കുക എന്നവൾ രാഖിയോട് തുറന്നു പറഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥൻ നാണക്കേട് കാരണം ആ ജില്ല വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി മാറിപ്പോയി. അതേസമയം രാഖി ഇപ്പോൾ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയായിരുന്നു. അവൾ തൻ്റെ കൂടുതൽ സമയവും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചിലവഴിക്കാൻ തുടങ്ങി. അതിനിടെയാണ് അവൾ ഒരു ദിവസം വിക്രാന്തിനെ പരിചയപ്പെടുന്നത്. ആദ്യം ചെറിയ സംഭാഷണങ്ങളായാണ് അവരുടെ ബന്ധം ആരംഭിച്ചത്. എന്നാൽ സമയം കടന്നു പോകുന്നതിനൊപ്പം ഇരുവരും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചു. വിക്രാന്ത് വിവാഹിതനാണെന്ന് രാഖിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവൾ ആ ബന്ധത്തിൽ നിന്നും പിന്നോട്ട് പോയില്ല. ഒരു വശത്ത് അവൾ വിക്രാന്തുമായി പ്രണയബന്ധത്തിലാകുമ്പോൾ മറുവശത്ത് മുൻ രാഷ്ട്രീയ പ്രവർത്തകനായ സുധാരസ് ചൗഹാനുമായും അവളുടെ ബന്ധം ആരംഭിച്ചു. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് അറിയുന്നത് അവളുടെ കോൾ ഡീറ്റെയിൽസിലൂടെയാണ്. അതോടെ പോലീസ് ഉടൻ സുധാരസിന്റെ വീട്ടിലെത്തി അവനെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ആദ്യം അവൻ ഒന്നും പറയാൻ തയ്യാറായില്ല. എന്നാൽ പോലീസ് കർശനമായി ചോദ്യം ചെയ്തപ്പോൾ അവൻ ഒടുവിൽ മുഴുവൻ സത്യവും തുറന്നു പറഞ്ഞു. സുധാരസ് പോലീസിനോട് പറഞ്ഞത് ഇവയായിരുന്നു: രാഖി വിക്രാന്തിനോട് എത്ര അടുപ്പത്തിലായിരുന്നുവോ അതുപോലെ തന്നെയായിരുന്നു അവൾ തൻ്റെ അടുത്തും. രാഖിയുടെയും വിക്രാന്തിൻ്റെയും ബന്ധത്തെക്കുറിച്ചും അവർ തമ്മിൽ വിവാഹം ചെയ്യാനിരുന്ന പദ്ധതിയെക്കുറിച്ചും തനിക്ക് അറിയാമായിരുന്നു. അതേസമയം വിക്രാന്തിനും സുധാരസും രാഖിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷെ അവർക്കിടയിൽ ഒരു പ്രണയബന്ധമുണ്ടെന്ന കാര്യം അവൻ അറിയില്ലായിരുന്നു. മറിച്ച് സുധാരസ് രാഖിയുടെ ഒരു നല്ല സുഹൃത്തായിട്ട് മാത്രമാണ് വിക്രാന്ത് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരും പലപ്പോഴും ഒരുമിച്ച് കാണുകയും സമയം ചിലവഴിക്കുകയും ചെയ്തിരുന്നു. 2026 ഏപ്രിൽ മാസം 16-ന് രാഖി തൻ്റെ വീട്ടിൽ ഒരു ചെറിയ പാർട്ടി സംഘടിപ്പിച്ചു. അതിൽ സുധാരസ്, അവൻ്റെ കൂട്ടാളിയായ കപിൽ ചൗഹാൻ, പിന്നെ വിക്രാന്ത് എന്നിവർ പങ്കെടുത്തു. യഥാർത്ഥത്തിൽ ആ പാർട്ടി അവരുടെ വരാനിരിക്കുന്ന വിവാഹത്തിൻ്റെ ആഘോഷമായിരുന്നു. മുൻപ് പറഞ്ഞതുപോലെ വിക്രാന്തും രാഖിയും 2026 ഏപ്രിൽ മാസം 25-ന് വിവാഹിതരാകാൻ തീരുമാനിച്ചിരുന്നു. വിക്രാന്ത് തൻ്റെ ആദ്യ ഭാര്യയെ വിട്ട് രാഖിയെ വിവാഹം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഇതിനായി തൻ്റെ അക്കൗണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും പിൻവലിച്ചിരുന്നു. പുതിയ ജീവിതത്തിൻ്റെ തുടക്കത്തെ ആഘോഷിക്കാനായിരുന്നു രാഖി വീട്ടിൽ ഈ പാർട്ടി സംഘടിപ്പിച്ചത്. അവർ 4 പേരും ചേർന്ന് ആഘോഷിക്കുകയും മദ്യപിക്കുകയും ചെയ്തു. പക്ഷേ അപ്രതീക്ഷിതമായി വിക്രാന്തും രാഖിയും തമ്മിൽ മധുരയിലെ ഒരു പ്ലോട്ടിനെ ചൊല്ലി തർക്കം ആരംഭിച്ചു. വിക്രാന്ത് മധുരയിൽ വില കൂടിയ ഒരു ഭൂമി വാങ്ങിയിരുന്നു. ആ പ്ലോട്ട് തൻ്റെ പേരിലേക്ക് മാറ്റിക്കൊടുക്കണമെന്ന് രാഖി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ വിക്രാന്ത് അതിന് തയ്യാറായിരുന്നില്ല. പാർട്ടിക്കിടയിലും ഇതേ വിഷയം വീണ്ടും ഉയർന്നു. പ്ലോട്ട് സ്വന്തം പേരിലേക്ക് ആക്കണമെന്ന ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി ഇരുവരും തമ്മിൽ കൂടുതൽ തർക്കം തുടങ്ങി. വാക്കേറ്റം ക്രമേണ നിയന്ത്രണം വിട്ടു. ഒടുവിൽ ദേഷ്യം വന്ന രാഖി സുധാരസിന്റെ ലൈസൻസ് ഉള്ള പിസ്റ്റൾ എടുത്ത് വിക്രാന്തിനെ വെടിവെച്ചു. വെടിയേറ്റ വിക്രാന്ത് വേദനയിൽ തളർന്നു വീണു.
അവന്റെ അവസ്ഥ കണ്ട രാഖി ഭയന്നുപോയി. അതോടെ 2026 ഏപ്രിൽ മാസം 16-ാം തീയതി രാത്രി അവൾ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് എൻ്റെ ഭർത്താവ് സ്വയം വെടിവെച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. പോലീസ് തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം രാഖി വീണ്ടും പോലീസിനെ വിളിച്ച് ഇതൊരു കുടുംബ വഴക്കായിരുന്നു, തെറ്റായി കോൾ ചെയ്തതാണ് എന്നും പറഞ്ഞു. പോലീസ് ഇക്കാര്യത്തെ ഗൗരവമായി എടുത്തില്ല. സംഭവ സ്ഥലത്ത് പോയി പരിശോധിക്കാനും ശ്രമിച്ചില്ല. അന്ന് രാത്രി തന്നെ പോലീസ് സജീവമായി ഇടപെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ വിക്രാന്തിന്റെ ജീവൻ രക്ഷിക്കാനായനെയായിരുന്നു. പക്ഷെ പോലീസ് യാതൊരു അടിയന്തര നടപടിയും സ്വീകരിക്കാതെ കാത്തിരുന്നു. അതേസമയം വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് വിക്രാന്ത് വേദനയിൽ പുളഞ്ഞുകൊണ്ടിരുന്നു. അവനെ രക്ഷിക്കാൻ സുധാരസ്, രാഖി, കപിൽ എന്നിവർ ചേർന്ന് സഹരാൻപൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നാൽ ആ യാത്രയ്ക്കിടയിൽ അവരുടെ പദ്ധതി പൂർണ്ണമായും മാറി. വിക്രാന്തിനെ ആശുപത്രിയിൽ എത്തിച്ചാൽ കേസ് പോലീസിലെത്തും. കാരണം വെടിവെച്ചത് സുധാരസിന്റെ ലൈസൻസ് ഉള്ള പിസ്റ്റലിൽ നിന്നാണ്. ഇത് സുധാരസിന് ഒരു ഭയമുയർത്തി. അങ്ങനെ സംഭവിച്ചാൽ താൻ ജയിലിൽ പോകുമെന്ന് അവൻ കരുതി. സ്വയം രക്ഷപ്പെടാനായി സുധാരസ്, രാഖി, കപിൽ എന്നിവർ ചേർന്ന് പരിക്കേറ്റ വിക്രാന്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം വഴിമധ്യേ തന്നെ കൊല്ലാൻ തീരുമാനിച്ചു. വഴിയിൽ നിന്ന് ഒരു വലിയ കല്ലെടുത്ത് കപിൽ വിക്രാന്തിന്റെ തലയിൽ തുടർച്ചയായി അടിച്ചു. ആ ക്രൂരമായ ആക്രമണത്തിലാണ് വിക്രാന്ത് മരിച്ചത്. തുടർന്ന് തെളിവുകൾ ഇല്ലാതാക്കാനായി അവർ വിക്രാന്തിന്റെ കൈകൾ കെട്ടി മൃതദേഹം സഹാരൻപൂരിലെ പട്കാവ കനാലിൽ എറിഞ്ഞു. ശേഷം എല്ലാവരും തിരികെ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാഖിയെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചതോടെ സുധാരസും കപിലും ഭയന്നു. രാഖിയിലൂടെ പോലീസ് തങ്ങളിലേക്ക് എത്തും എന്നൊരാശങ്ക അവരെ പിടികൂടി. അതിനാൽ അവളെയും തങ്ങളുടെ വഴിയിൽ നിന്ന് മാറ്റാൻ അവർ തീരുമാനിച്ചു. ഒരു പാർട്ടി എന്ന പേരിൽ അവർ രാഖിയെ രാജാപൂർ നൗഗാവ പ്രദേശത്തുള്ള ഒരു ഫാം ഹൗസിലേക്ക് വിളിച്ചു. അവരുടെ യഥാർത്ഥ ഉദ്ദേശം അറിയാത്ത രാഖി അവിടെ എത്തി. പിന്നീട് അവൾ മദ്യലഹരിയിലായപ്പോൾ പദ്ധതി പ്രകാരം സുധാരസും കപിലും ചേർന്നവളെ ആക്രമിച്ചു കൊന്നു. ശേഷം മൃതദേഹം ഒരു ചാക്കിൽ കെട്ടി സമീപത്തുള്ള കാട്ടിൽ ഉപേക്ഷിച്ചു. ചോദ്യം ചെയ്യലിൽ സുധാരസ് പോലീസിനോട് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടി വെളിപ്പെടുത്തി. രാഖി തന്റെ ഒരു സ്വകാര്യ വീഡിയോ രഹസ്യമായി റെക്കോർഡ് ചെയ്തു. അത് വൈറൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നുവെന്നും അവൻ പറഞ്ഞു. ഈ വീഡിയോയുടെ പേരിൽ രാഖി ഇതിനകം തന്നെ സുധാരസിൽ നിന്ന് ഏകദേശം 25 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. മാത്രവുമല്ല വീണ്ടും കൂടുതൽ പണം ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവളെ കൊല്ലണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഇപ്പോൾ സുധാരസും കപിലും ജയിലിലാണ്. പോലീസ് ഇരുവരെയും സഹാരൻപൂർ കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് കോടതി അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലേക്ക് അയച്ചു. ഈ കഥ ഒരേ ഒരു സത്യമാണ് തെളിയിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഫലം ഈ ഭൂമിയിൽ തന്നെ ലഭിക്കും. ദോഷത്തിന്റെ അവസാനം എപ്പോഴും ഭീകരമായിരിക്കും. പണലോഭത്തിൽ രാഖി ആദ്യം സുധാരസിനെ ബ്ലാക്ക്മെയിൽ ചെയ്തു. പിന്നീട് വിവാഹത്തിന്റെയും സ്വത്തിന്റെയും പേരിൽ വിക്രാന്തിനെ വെടിവെച്ചു. പക്ഷേ വിധിയുടെ നീതി എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കുക. വിക്രാന്തിന്റെ മൃതദേഹം കനാലിൽ തള്ളാൻ സഹായിച്ച അതേ സുധാരസ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഒടുവിൽ രാഖിയെയും കൊന്നു. താൻ ഒരുക്കിയ ഗൂഢാലോചനയുടെ പങ്കാളിയിലൂടെ തന്നെയാണ് രാഖിക്ക് സ്വന്തം പ്രവർത്തികളുടെ ശിക്ഷയും ലഭിച്ചത്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള കൂടുതൽ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് ഇടാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ ലൈക്ക് എനിക്ക് ഒരുപാട് പ്രചോദനമായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.